അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ml കപ്പിന് 3 കപ്പ് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അളവ് കപ്പിനാണ് 3 കപ്പ് അരി എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിൽ അരിയും വെള്ളമൊക്കെ അളന്നിട്ട് എടുക്കുക. 3 കപ്പ് അരി അളന്നെടുത്തിട്ടുണ്ട്. ഇനി അരി നല്ലതുപോലെ 4-5 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അരി 4-5 പ്രാവശ്യം നല്ലതുപോലെ ഞെരടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ വെള്ളം മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാം. ഇതിന്റെ വെള്ളം മുഴുവനും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അരിയിലുള്ള വെള്ളം പൂർണ്ണമായിട്ട് മാറിക്കിട്ടണം. ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും എണ്ണയും ഒന്ന് ചൂടാവണം. അപ്പോൾ നെയ്യും എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ്, അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. കശുവണ്ടി പരിപ്പിന്റെ നിറമൊക്കെ ഇതുപോലെ മാറി വരുന്ന സമയത്ത്, ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ കശുവണ്ടി പരിപ്പെല്ലാം ഒരു ഗോൾഡൻ നിറമായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ കശുവണ്ടി പരിപ്പ് ഉണക്കമുന്തിരിയും കോരി മാറ്റിയതിന് ശേഷം ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്, കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. അപ്പൊ സവാളയൊക്കെ മൂത്ത് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറം ആവരുത്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരും. മൊരിഞ്ഞ് കുറച്ച് നിറമൊക്കെ മാറും. അപ്പൊ ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. സവാള മൂപ്പിച്ചെടുത്തിട്ട് ബാക്കി വന്ന നെയ്യിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 5 ഏലക്ക, 3 പട്ടയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകം, 6 ഗ്രാമ്പു, ഇതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 4 വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാള ഒന്ന് വഴന്ന് വരണം. ഒരുപാട് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അപ്പോൾ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി വെള്ളം മാറാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചിരിക്കുന്ന അരി മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു 4.5 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 5 കപ്പാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം കുറയുമല്ലോ. അപ്പോൾ 5 കപ്പ് വെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കൂടി നിൽക്കണം, എന്നാൽ മാത്രമേ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിലുള്ള ഉപ്പുണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് വറുത്ത് കൊടുക്കാതിരിക്കരുത്, കൈവിടാതെ ഇതുപോലെ വറുത്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ മതിയാവും.
ഇനി ഈ ഒരു സമയം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ അരി ഇട്ട് കൊടുക്കുകയോ ചെയ്യുക. ഞാനിപ്പോൾ അരി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ വറുത്തെടുത്ത അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നല്ലോണം എന്താ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചോറൊക്കെ നല്ലോണം വെന്തൊന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാടങ്ങ് നെയ്യ് ചേർക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെക്കുക. അതുപോലെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ഒരുപാട് ഒഴിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. മൂപ്പിച്ചെടുത്ത സവാളയും കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്നും ഓണാക്കരുത്. ഇപ്പം നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ പരസ്പരം ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്യുന്ന നെയ്ച്ചോറിന്. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചോറൊന്നും വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അടിപൊളിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം നെയ്ച്ചോറ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്